Hello dears, welcome to Bitopia. Kerala Crime Files in the Season 2 the search for CPO Ambili Raju. കേരള ക്രൈം ഫയൽ സീസൺ 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്ലോ ബേണർ ആയിരുന്നു. കുറച്ചുകൂടെ ഒരു ക്ലാസിക് പോലീസ് പ്രൊസീജിയറൽ പരിപാടിയിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു. ആ ഒരു സീസണിന്റെ അത്ര തന്നെ വന്നിട്ടുണ്ടോ? ഇത് ഒരു സ്ലോ ബേണർ അല്ലെങ്കിൽ ഒരു സ്ലോ പേസ്ഡ് സീസൺ ആണോ, അതോ അതിനേക്കാൾ മികച്ചു നിൽക്കുന്നു, അതോ സീസൺ 1ന്റെ അത്ര തന്നെ പോരെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത്. കേരള ക്രൈം ഫയൽ സീസൺ 2 സെർച്ച് ഫോർ CPO അമ്പലി രാജു. സീസൺ 1നെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം അതിനകത്ത് അജു വർഗീസ്, ലാൽ, നവാസ് അങ്ങനെയുള്ള കുറച്ച് പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു പോലീസ് പ്രൊസീജിയറൽ അല്ലെങ്കിൽ അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് കുറച്ചുകൂടെയൊക്കെ ആ ഒരു പോലീസ് പേഴ്സണൽ ലൈഫും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു. പിന്നെ അതിന്റെ ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സമയമെടുത്ത് പുരോഗമിക്കുന്ന ഒരു സീസൺ പോലെയായിരുന്നു നമുക്ക് തോന്നിയത്. വളരെ സ്ലോ പേസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയായിരുന്നു. അതായത് വില്ലനേക്ക് അല്ലെങ്കിൽ ഒരു മർഡർ, ഒരു ഹോമിസൈഡ് അന്വേഷിക്കുന്ന ഒരു സീരീസ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു മർഡറിന്റെ അടുത്തേക്ക് പലതവണ അവർ എത്തുന്നു, പക്ഷെ മിസ്സാവുന്നു, വീണ്ടും എത്തുന്നു, അങ്ങനെയൊക്കെയുള്ള കുറെ സമയമെടുത്ത് പുരോഗമിച്ച ഒരു പരിപാടിയായിരുന്നു സീസൺ 1ന്റെ. സീസൺ 2ലേക്ക് എത്തുമ്പോൾ CPO അമ്പിളി രാജുവിന്റെ മിസ്സിംഗ്, അതൊരു മാൻ മിസ്സിംഗ് കേസ് വരുന്ന രീതിയിലാണ് സീസൺ 2 വരുന്നത്. സീസൺ 1നെ അപേക്ഷിച്ച് ഒരു പോലീസിന്റെ പേഴ്സണൽ ലൈഫിലേക്കൊന്നും ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഫുൾ ആൻഡ് ഫുൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇതിന്റെ പോലീസ് പ്രൊസീജിയറൽ ആ ഒരു ഫോർമൽ ആയിട്ടുള്ള പരിപാടികളിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനൊരു ആഡ് ഓൺ എന്ന് പറഞ്ഞ് വരുന്ന എനിക്ക് തോന്നുന്നു ഇതിന്റെ പോലീസ് ഫോഴ്സിനകത്ത് തന്നെ ഉള്ള കുറച്ച് കറപ്ഷൻ കവറപ്പ് ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ, അങ്ങനത്തെ ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് ആൻഡ് കറപ്ഷൻ ഒക്കെ നല്ല രീതിയിൽ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സീസൺ 2ലേക്ക് വരും. പിന്നെ സീസൺ 2 എന്ന് പറയുമ്പോൾ സീസൺ 1ൽ നിന്ന് ഉള്ള ചില ക്രിട്ടിക്സ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിന്റെ ഒരു പേസിങ്, അതായത് ഇത് പോകുന്ന ഒരു നല്ലൊരു പേസിലാണ് സീസൺ 2 സഞ്ചരിക്കുന്നത്. സീസൺ 1 നേരത്തെ പറഞ്ഞതുപോലെ സ്ലോ ആയിട്ടാണെങ്കിൽ ഇത് കുറെ കൂടെ നല്ലൊരു പേസിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഇൻവെസ്റ്റിഗേഷനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഒരു മുന്നോട്ട് പോക്ക്. ഇതിനകത്തിലെ ആക്ടേഴ്സിന്റെ ഒന്നും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ലൈഫ് വളരെ ഒന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. സീസൺ 1ൽ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ നായകനായിട്ട് തന്നെ വിലസിയത് അജു വർഗീസ് ആണ്. അജു വർഗീസിന്റെ SI മനോജ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കാം ആൻഡ് കമ്പോസ്റ്റ്, അജു വർഗീസിനെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വേറൊരു രീതിയിൽ ഒരു അഭിനയമൊക്കെ പുറത്തു കൊണ്ടുവന്നതാണ്. അതിൽ നിന്ന് ഒട്ടും ആ ഒരു കണ്ടിന്യൂറ്റി ഭയങ്കരമായിട്ട്, അതായത് ഭയങ്കര ഇരുത്തം വന്ന രീതിയിലുള്ള ഒരു അഭിനയമൊക്കെയാണ് ഇവിടെയും അത് കണ്ടിന്യൂ ചെയ്യുന്നത്. SI മനോജ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ബിലീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് പെർഫെക്റ്റ്. അതായത് ആ ഒരു ലെവലിലേക്ക് SI മനോജിനെ എത്തിക്കാനും അവതരിപ്പിക്കാനും അജു വർഗീസിന് ആയിട്ടുണ്ട്. പിന്നെ ന്യൂ അഡീഷൻ എന്ന് പറയുന്നത് അർജുൻ രാധാകൃഷ്ണനാണ്. പുള്ളിയുടെ ഇതിനു മുമ്പ് ഒരു പോലീസ് കോപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം ഞാൻ കണ്ടിട്ടില്ല. പുള്ളി ഈ റോള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നോബൽ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് ഭയങ്കര ബിലീവബിൾ ആയിരുന്നു. അതിനൊരു പ്രത്യേക ഒരു സ്റ്റൈൽ കൊണ്ടുവരാനും പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. കേരള ക്രൈം ഫയൽസ് എന്ന് പറയുന്ന ഒരു സീരീസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിന് ഗംഭീരമായ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ഒരു തുടക്കം മുതൽ കാണിക്കുന്നുണ്ടായിരുന്നു. അത് ഇതിൽ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു സിനിമാറ്റോഗ്രാഫി ആയാലും ഇതിന്റെ മ്യൂസിക് ആയാലും, മ്യൂസിക്കിലേക്ക് വരുമ്പോൾ ഹിഷാം അബ്ദുൽ വഹാബാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പുള്ളിയെ ആണെന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു മിനിമൽ അപ്രോച്ചാണ് കൊടുത്തേക്കുന്നത്. ഒന്നും ഓവറാക്കി ഭയങ്കരമായിട്ട് പെരുപ്പിക്കാനൊന്നും നോക്കിയിട്ടില്ല. അതിന്റെ മൂഡ് അനുസരിച്ച് തന്നെ വളരെ സിങ്കായിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് ആണെന്നാണ് തോന്നിയത്. അപ്പോൾ സീസൺ 2 ഏകദേശം സീസൺ 1നോട് നീതി പുലർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സീസൺ 2 1നെക്കാട്ടിലും നല്ല പേഴ്സിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കുറച്ചുകൂടി ഇമോഷണലി കൂടെ കണക്ട് ചെയ്യുന്നുണ്ട് സീസൺ 2 എന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും ചെറിയ ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നത് സീസൺ 1നെ പോലെ തന്നെ ഇതിന്റെ നടുവിലുള്ള കുറച്ച് എപ്പിസോഡ്സിൽ ഒരു ചെറിയ ഒരു ലാഗ് അല്ലെങ്കിൽ ഒരു ഡ്രാഗിങ് ഫീല് നമുക്ക് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും അത് കണ്ടിരിക്കാനായിട്ട് യാതൊരുവിധ മടുപ്പ് നമുക്ക് തോന്നുന്നില്ല. എൻഗേജിങ് തന്നെയാണ്. ഈ പറഞ്ഞ എപ്പിസോഡ്സിൽ മാത്രം ചില കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അങ്ങ് വലിച്ചു നീട്ടുന്ന പോലെയുള്ള ഒരു ഫീല് തോന്നി ഇതിന്റെ നടുവിലത്തെ 1-2 എപ്പിസോഡുകൾ. ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ സീസൺ 2 ഒരു ഗംഭീര ബാച്ച് തന്നെയാണ്. സീസൺ 1നെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട്, കുറച്ചുകൂടെ സ്റ്റോറി ടെല്ലിംഗിൽ കുറച്ചുകൂടെ ഒരു ഗ്രിപ്പ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സീസൺ കൂടിയാണ് ഇത്. പക്ഷേ ഈ സീസൺ 1 കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പോലെ ഇതിനകത്തിലെ ക്യാരക്ടേഴ്സിന്റെ ഒരു പേഴ്സണൽ ലൈഫോ അവരുടെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. ബട്ട് ഇതിന്റെ ഒരു പോലീസ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ പറയുന്ന, ഞാൻ ഈ സീരീസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ CCTV ഇല്ലായിരുന്ന കാലത്തെ പോലീസുകാരൊക്കെ എങ്ങനെയാണ് കേസുകളൊക്കെ തെളിയിച്ചിരുന്നത്, അവരെയൊക്കെ സമ്മതിക്കണം. അപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ CCTVയുടെ ഒരു പരിപാടിയാണ് ഇതിനകത്ത് കൂടുതലും ഇവരുടെ ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ ഒരു അപ്രോച്ചിൽ വലുതായിട്ട് നിൽക്കുന്നത്. സീസൺ 2 ഇതിന്റെ വില്ലൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ക്ലോസപ്പ് ഷോട്ട്സ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് തോന്നുന്നു. മേ ബി അത് OTT പ്ലാറ്റ്ഫോം ഒക്കെ ആകുമ്പോഴത്തേക്ക് TV കൂടുതൽ നമ്മൾ കാണുമ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ട് ഫീൽ ചെയ്യാനൊക്കെ ആയിരിക്കണം. വില്ലൻ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നതും അതിനെ കുറച്ച് പോർഷൻസേ ഉള്ളെന്നുണ്ടെങ്കിലും ആ ഏരിയ എല്ലാം തന്നെ വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് തന്നെ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്ലസ് വില്ലനോട് ഒരു സിമ്പതി നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ഇമോഷണൽ കണക്റ്റും കൂടെ ഈ സീസൺ 2-ന് ഫീൽ ചെയ്യിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത്. സീസൺ 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ
വലിയ ഉത്തരവാദിത്തമാണ്. സീസൺ 1 ഇത്രയും വൈഡ്ലി ആക്സെപ്റ്റഡ് ആയ സ്ഥിതിക്ക് അതിന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വലുതാണ്. ഇതിന്റെ റൈറ്ററായിട്ടൊക്കെ ബാഹുൽ രമേശ് എനിക്ക് കിഷ്കിന്ദ കാണ്ഡം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പ്രതീക്ഷ കുറച്ചുകൂടെ ഏറും. അപ്പം അഹമ്മദ് കബീർ ഇതിന്റെ ബാക്കിയുള്ള എല്ലാ അടിയറ പ്രവർത്തകരും ഒരു വലിയ അപ്രിസിയേഷൻ അതിൽ അർഹിക്കുന്നു എന്ന് തന്നെ തോന്നുന്നു. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക് തന്നെയായിരുന്നു. സീസൺ 1 ഇഷ്ടപ്പെട്ടവർക്ക് ഉറപ്പായിട്ടും സീസൺ 2 ഇഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നു ഒരു വീക്കെൻഡ് ബിഗ് മാച്ചിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയായിരിക്കും കേരള ക്രൈം ഫയൽ സീസൺ 2 ഇൻ സെർച്ച് ഓഫ് CPO അമ്പിളി രാജു.